ദൈവം മനുഷ്യവർഗത്തിന് രക്ഷ ദാനമായി നൽകുന്നു. രക്ഷ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നത്രേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കാം, എന്താണ് ഈ ശിക്ഷ? വേദപുസ്തകം നാം വിശകലനം ചെയ്യുമ്പോൾ ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ ദൈവസന്നിധി വിട്ട് അകന്നുപോയി എന്ന് നാം കാണുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ പരിണാമ സിദ്ധാന്തം പറയുന്നു, കോടാനുകോടി വർഷങ്ങൾ രൂപപരിണാമമുണ്ടായതിന്റെ ഫലമായി മനുഷ്യൻ ഉളവായി എന്ന്. എന്നാൽ ഒരു കാലത്ത് മനുഷ്യൻ അതിനെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇക്കാലങ്ങളിൽ അവയെ മനുഷ്യൻ പുറന്തള്ളിയിരിക്കുകയാണ്. പരിണാമ സിദ്ധാന്തം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെ എന്നുള്ള ചോദ്യം സത്യവേദ പുസ്തകത്തിൽ മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ഈ മനുഷ്യൻ പാപത്താൽ ദൈവസന്നിധി വിട്ട് അകന്നുപോയി. പാപത്തിന്റെ ഫലമായ ആ ശിക്ഷയ്ക്ക് മനുഷ്യൻ അർഹനായി തീർന്നു. പാപത്തിന്റെ ശിക്ഷ എന്താണ്? സത്യവേദ പുസ്തകം വ്യക്തമായി പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിനൊരു ശിക്ഷയുണ്ട്, അതാണ് മരണം. ദൈവത്തിന് സ്തോത്രം. മരണം എന്നുള്ള പദത്തെ കുറിച്ച് അല്പം വിശദമായി ചിന്തിച്ചാൽ മരണം പല നിലയിലുണ്ട്. ഒന്ന്, ആത്മീകമായ മരണം. ആദാമിനോട് ദൈവം കൽപ്പിക്കുന്നു, വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. വൃക്ഷഫലം തിന്ന നാളിൽ ആദം മരിച്ചു. മരിച്ചവനായി ആദാം പിന്നെയും 930 സംവത്സരം ജീവിച്ചിരുന്നു. പിന്നെ അവൻ ശരീരത്തിൽ മരിച്ചു. മരണം എന്ന് പറയുമ്പോൾ ആത്മീകമായ മരണമുണ്ട്, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്ന ഒരു മരണമുണ്ട്. അടുത്തതായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്ന രണ്ടാം മരണം എന്ന് പറയുന്ന നിത്യ നരകം എന്ന് പറയുന്ന ശിക്ഷ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്ന്. ഒരൊറ്റ മനുഷ്യനും അതിൽ നിന്ന് തെറ്റി ഒഴിയാവതല്ല. ഈ ഭൂമിയിൽ ശരീരത്തിൽ പിറന്ന എല്ലാവർക്കും നിയമിച്ചിരിക്കുന്ന ഒരു ദൈവിക പ്രതിഭാസമാണ് മരണം എന്നുള്ളത്. അതെല്ലാവർക്കും നിയമിച്ചിട്ടുണ്ട്. മരണാനന്തരം ഒരു ന്യായവിധി ഉണ്ടെന്ന് സത്യവേദ പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ഈ ന്യായവിധി എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ അവസ്ഥയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. സകല മനുഷ്യരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരവസരമുണ്ട്. ആകാശവും ഭൂമിയും മാറിപ്പോയതിനു ശേഷം സർവശക്തനായ ദൈവം തന്റെ വെള്ളസിംഹാസനം ശൂന്യതയിൽ സ്ഥാപിക്കുകയും മരിച്ചവർ അപാലവൃത്തം ദൈവസിംഹാസനത്തിന് മുൻപാകെ നിൽക്കുകയും ചെയ്യുന്നതായി വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറക്കപ്പെട്ടു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മനുഷ്യർക്ക് അവന്റെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് സത്യവേദ പുസ്തകം ഓർപ്പിക്കുന്നു. സകല മനുഷ്യരും ദൈവസിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുലപാതകയും കൊല ചെയ്യപ്പെട്ടവനും മോഷ്ടിക്കപ്പെട്ടവനും കയ്യേറ്റം ചെയ്യപ്പെട്ടവനും എല്ലാവരും ഒരുപോലെ വെളിപ്പെടുന്ന ഒരവസരം. പിടികിട്ടാ പുള്ളിയും അന്ന് ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെട്ടു വരും. ഇന്ന് പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന സുകുമാരക്കുറുപ്പും അന്ന് ആ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെട്ടു വരും. സകലരും ദൈവ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ സകല പ്രവർത്തികളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ്. ഒരു വ്യക്തി ജനിച്ചിട്ട് അവന് ഓർമ്മയാകുന്ന സമയം മുതൽ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പ്രായമാകുന്ന സമയം മുതൽ അവൻ ചെയ്തിട്ടുള്ള രഹസ്യവും പരസ്യവുമായ സകല പ്രവൃത്തികളും ദൈവം തന്റെ പുസ്തകത്തിൽ അതാത് സമയത്ത് രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ് സത്യം. ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്നത്, ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നത്,
ആരും കണ്ടില്ല എന്ന് ചിന്തിച്ച് ചെയ്യുന്നത് എല്ലാം സർവശക്തനായ ദൈവത്തിന്റെ പുസ്തകത്തിൽ അപ്പോഴപ്പോൾ രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്നത്തെ പല പകൽമാന്യന്മാരുടെയും തനി നിറം അന്ന് ദൈവന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെട്ടു വരും. സമൂഹത്തിന്റെ മുൻപാകെ മാന്യരായി, ശ്രേഷ്ഠരായി, പല ദോഷപ്രവർത്തികളും ചെയ്തിട്ട്, പല കൊള്ളിവയ്പും അനീതിയും അക്രമവും കാണിച്ചിട്ട്, നല്ല വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുൻപാകെ മാന്യരായി ജീവിക്കുന്ന പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ രഹസ്യം അതേപോലെ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമായിരിക്കും ഈ ദൈവ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടുന്ന ആ ന്യായവിധിயின் ദിവസം എന്ന് പറയുന്നത്. അന്ന് പലരും ഒളിക്കുവാൻ ഇടം തേടും. അന്ന് പലരും മുഖം കുനിച്ച് രക്ഷ നേടുവാൻ അവസരം തേടും. പക്ഷെ ആർക്കും അന്ന് അവസരമുണ്ടായിരിക്കുകയില്ല. ന്യായവിധി എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് സത്യവേദ പുസ്തകം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ ന്യായവിധി ദിവസത്തിൽ നിങ്ങളുടെ പാപപ്രവർത്തികൾ അപ്പാടെ സകലരുടെയും മുൻപാകെ, ദൈവത്തിന് മുൻപാകെ, വിശുദ്ധന്മാരുടെ മുൻപാകെ, ദൈവ സിംഹാസനത്തിന് മുൻപാകെ അതുപോലെ തന്നെ വെളിപ്പെട്ടിട്ട്, നിങ്ങളുടെ മാന്യതയുടെ മുഖം മൂടി വലിച്ചു മാറ്റപ്പെട്ടിട്ട്, ജീവിതത്തിന്റെ യഥാർത്ഥമായ നിറം എല്ലാവരും കാണെ ദൈവം വെളിപ്പെടുത്തുന്ന മുൻപേ, അത് എല്ലാവരുടെയും മുൻപാകെ വെളിപ്പെടുത്തപ്പെടും മുൻപേ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ നേടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ദൈവം ദാനമായ ഒരു അവസരം തന്നിരിക്കുകയാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ഈ വരുവാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ, രക്ഷ. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ആകയാൽ ഈ ന്യായവിധിയിൽ നിന്ന് വിടുതൽ നേടുവാൻ, രക്ഷയെ കരസ്ഥമാക്കുവാൻ ദൈവം ഇതാ ഒരു അവസരം തന്നിരിക്കുന്നു. ന്യായവിധി ഒരു ശിക്ഷയാണ്. അടുത്തതായി നിത്യ നരകം എന്ന് പറയുന്ന രണ്ടാം മരണം, അത് പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യന് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഒരു ശിക്ഷയാണ് നരകം. ചിലർ വിചാരിക്കുന്നു സ്വർഗവും നരകവും ഇവിടെ തന്നെയാണെന്ന്. വയറു നിറയെ ഭക്ഷണം കഴിക്കുവാനുണ്ടെങ്കിൽ, നല്ല വസ്ത്രം ധരിക്കുവാനുണ്ടെങ്കിൽ, നല്ല വീടുണ്ടെങ്കിൽ, നല്ല കാറുണ്ടെങ്കിൽ, വേണ്ടുവോളം പണമുണ്ടെങ്കിൽ അവനിവിടെ സ്വർഗമെന്നും, ഭക്ഷിക്കുവാൻ ആഹാരമില്ലാതെ, നല്ല വസ്ത്രം ധരിക്കുവാനില്ലാതെ, വീട് കെട്ടിമെയ്യുവാൻ നിവർത്തിയില്ലാതെ, ശാരീരികമായ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടുകൊണ്ട് ദുരിതപൂർണമായ ജീവിതം അനുഭവിക്കുന്നവർ ഇവിടെ അവർക്കിവിടെ നരകമാണെന്നും മറ്റുള്ളവർക്കിവിടെ സ്വർഗമാണെന്നും, ഇങ്ങനെ ഭൂമിയിലാണ് സ്വർഗമെന്നും നരകമെന്നും ചിന്തിക്കുന്നവർ ഈ ലോകത്തിൽ ഇല്ലാതെയില്ല. എന്നാൽ സ്വർഗവും നരകവും ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറമായി മറ്റൊരു ജീവിതമുണ്ട്. അവിടെയാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. നരകം എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും, മരണാനന്തരം ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നു. സത്യവേദപുസ്തകവും അത് നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നരകം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുന്നു, പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിരിക്കുന്നു, അത് രാജാവിനും കൂടെ ഒരുക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. ദൈവത്തിന്റെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും എന്ന് വായിക്കുന്നു. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിരിക്കുന്നു, അത് രാജാവിനും കൂടെ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആത്മാവിന്റെ രക്ഷയെ കരസ്ഥമാക്കാത്ത, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത രാജാവിനും കൂടെ ആ സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാവിനും കൂടെ ഒരുക്കിയിരിക്കുന്നു, രാഷ്ട്രപതിമാർക്കും ഒരുക്കിയിരിക്കുന്നു, പ്രധാനമന്ത്രിമാർക്കും ഒരുക്കിയിരിക്കുന്നു, മുഖ്യമന്ത്രിമാർക്കും ഒരുക്കിയിരിക്കുന്നു, വകുപ്പ് മന്ത്രിമാർക്കും ഒരുക്കിയിരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കൾക്കും ഒരുക്കിയിരിക്കുന്നു, ശാസ്ത്രജ്ഞന്മാർക്കും ഒരുക്കിയിരിക്കുന്നു, ഡോക്ടർമാർക്കും ഒരുക്കിയിരിക്കുന്നു, ഇവിടുത്തെ ധനവാന്മാർക്കും ഒരുക്കിയിരിക്കുന്നു, ഇവിടുത്തെ പ്രതാപശാലികൾക്കും ഒരുക്കിയിരിക്കുന്നു എന്ന് സത്യവേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത സകലരും അവിടെ പോയി ചേരും. അവിടെ അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. ദൈവത്തിന്റെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും എന്ന് വായിക്കുന്നു. സങ്കീർത്തനം 11-ന്റെ
6-ാം വാക്യം വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ മേൽ ദൈവം കണികളെ വർഷിപ്പിക്കും എന്ന് വായിക്കുന്നു. മാത്രമല്ല, അവരുടെ പാനപാത്രത്തിന്റെ ഓഹരി തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റുമായിരിക്കും. അവരുടെ പാനപാത്രത്തിന്റെ ഓഹരി തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റുമായിരിക്കും. ഇവിടെ മറ്റ് പല പാനപാത്രങ്ങളുടെ ഓഹരി അനുഭവിച്ചവർ, അവർക്ക് മരണാനന്തരം ലഭിക്കുന്ന ഓഹരി തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും. ഒരു ഭയാനകമായ നരകമുണ്ടെന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായ സത്യ വേദപുസ്തകം വിളിച്ചു പറയുന്നു. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ പ്രവാചകനായ മലാഖി ആത്മാവിൽ വരുവാൻ പോകുന്ന ആ അഗ്നി കത്തി ജ്വലിക്കുന്ന ദിനത്തെ ഓർത്തുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ സകലത്തെയും ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സകല ദുഷ്പ്രവർത്തിക്കാരും സകല അഹങ്കാരികളും താളടിയാകുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ശാരീരികമായ ആരോഗ്യം കൊണ്ട്, കൈമിടുക്കുകൊണ്ട്, തടിമിടുക്കുകൊണ്ട്, തങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട്, തങ്ങളുടെ കരത്തിന്റെ ബലം കൊണ്ട് പലതും ഈ ലോകത്തിൽ നേടിയെടുക്കുകയും പലരെയും അടിച്ചമർത്തി ഒതുക്കിയിട്ട് തങ്ങൾ ശ്രേഷ്ഠരെന്ന് സമൂഹത്തിന്റെ മുൻപാകെ വെളിപ്പെടുത്തി കാണിക്കുകയും ഈ ലോകത്തിൽ ശ്രേഷ്ഠരായി ജീവിക്കുകയും ചെയ്യുന്ന പലരും, അങ്ങനെയുള്ള ദുഷ്പ്രവർത്തിക്കാരും അങ്ങനെയുള്ള സകല അഹങ്കാരികളും താളടിയാകുന്ന ഒരു ദിവസമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ താളടി, വൈക്കോൽ തീക്കകത്ത് വീണ് പൊട്ടി വെന്ത് കരിയുന്നത് പോലെ ദുഷ്പ്രവർത്തിക്കാർ, അഹങ്കാരികൾ, ദോഷം പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ ക്രോധാഗ്നിക്കുള്ളിൽ വെന്തുരുകുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു എന്ന് സത്യ വേദപുസ്തകം വിളിച്ചു പറയുന്നു. ഭയാനകമായ ഒരു നരകമുണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്കായി ഒരു നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നു. പാപികൾക്ക് വേണ്ടി ഒരു നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് വേണ്ടി ഒരു നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നു. മദ്യപാനികൾക്ക്, പുകവലിക്കാർക്ക്, വെറിക്കൂത്തുകാർക്ക്, പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്തുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയാതെ, സത്യപാതയെ അറിയാതെ, നിത്യജീവനെ അറിയാതെ, ജീവ വെളിച്ചത്തെ അറിയാതെ, രക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ അറിയാതെ തങ്ങളുടെ ജഡത്തിനും മനോവികാരത്തിനും ഒത്തവണ്ണം ബോധിച്ചതുപോലെ ഇഷ്ടമായ വഴിയിൽ നടന്നുകൊണ്ട് കാലം പോക്കുന്നവർക്ക് വേണ്ടി മരണാനന്തരം തീയും ഗന്ധകവും കത്തുന്ന ഒരു ന്യായവിധിയായ നരകം ഒരുക്കപ്പെടുന്നു എന്ന് സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. നിന്റെ പ്രവർത്തിക്കേറ്റവണ്ണമുള്ള ഒരു പ്രതിഫലമുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയ സ്നേഹിത, സഹോദര, നിന്റെ പാപത്തിന് തക്ക ഒരു ശിക്ഷ മരണാനന്തരം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നീ മറക്കരുത്. ഒരുപക്ഷെ വിചാരിച്ചേക്കാം, ഞാൻ മരിച്ച ശേഷം ജീവനോടിരിക്കുന്നവർ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ഞാൻ പോയി ചേരുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന്. ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് നടക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തന്നെ പിൻപറ്റിയ ജനത്തെ ഒരു സത്യം ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ചരിത്രം പ്രസ്താവിക്കുന്നതായി നാം കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പടിപ്പുരവാതിൽക്കൽ ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ കിടന്നിരുന്നു, വ്രണം നിറഞ്ഞവനായി. ഒരുപക്ഷെ നിങ്ങൾക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമായിരിക്കാം അത്. യേശു പ്രസ്താവിക്കുന്നു, 2 പേരും മരിച്ചു. ധനവാൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. ലാസർ മരിച്ചു, അടക്കിയതായി കാണുന്നില്ല. അവന്റെ ആത്മാവിനെ ദൈവദൂതന്മാർ സ്വീകരിച്ച് പർദീസയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. അവന്റെ ആത്മാവിനെ പിശാചിന്റെ ദൂതന്മാർ വന്ന് ബന്ധിച്ച് യാതനാസ്ഥലം എന്ന് പറയുന്ന പാതാളത്തിലേക്ക് കൊണ്ടുപോയി. മനോഹരമായ ഒരു അടക്കാരാധന ധനവാന് ലഭിച്ചു. നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ
അടക്കത്തിന് ശേഷം, ശവസംസ്കാരത്തിന് ശേഷം അനുശോചന മീറ്റിങ്ങുകളിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തൽ, ഇങ്ങനെ പലതും നടന്നു. പക്ഷേ ആത്മാവ് യാതനാ സ്ഥലത്ത് പോയി, പാതാളത്തിൽ പോയി. അവിടെ കിടന്നുകൊണ്ട് അവൻ കണ്ണുയർത്തി മുകളിലേക്ക് കണ്ണുയർത്തി നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ തന്റെ പടിപ്പുരവാതിൽക്കൽ വ്രണം നിറഞ്ഞവനായി കിടന്നിരുന്ന ലാസറിനെ കണ്ടു. ഒരു ചെറിയ സന്തോഷം തോന്നി. ഈ ധനവാൻ പോയി ചെന്ന് അകപ്പെട്ടത് യാതനാ സ്ഥലത്തായിരുന്നു. പലരും വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്നാണ്. ചിലരിങ്ങനെ പറയാറുണ്ട്, ചത്താൽ തല തെക്കോ വടക്കോ ആർക്കറിയാം, അതോടെല്ലാം തീർന്നു എന്നാണ്. എല്ലാം വായുവിൽ ലയിക്കുന്നു. മരണശേഷമുള്ളത് ആര് കണ്ടു, ആര് പോയി അറിഞ്ഞു, ആര് പോയി അനുഭവിച്ചു? ഇതൊക്കെ പിന്നെ ഇവരൊക്കെ കെട്ടിയുണ്ടാക്കുന്ന കെട്ടുകഥകളല്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ആർക്കറിയാം എന്നൊക്കെ ധരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ധരിച്ചിരുന്ന പുള്ളിയുമാണ് ഈ ധനവാൻ. സുഖലോലുപമായി ആഡംബരത്തോടെ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് മനോഹരമായ മണിസൗധത്തിൽ എയർ കണ്ടീഷൻ കാറുകളിൽ വേണ്ടുവോളം പണം അനുഭവിച്ചുകൊണ്ട് സുഖമനുഭവിച്ചുകൊണ്ട് സന്തോഷമായി ജീവിച്ചു വന്നവൻ മരിച്ച ശേഷം യാതനാ സ്ഥലത്തേക്ക് പോയി. കാണുവാൻ കണ്ണുകളോടുകൂടെ, കേൾക്കുവാൻ കാതുകളോടുകൂടെ, സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ ശരീരത്തോടുകൂടെ, ചിന്തിക്കുവാൻ ചിന്താമണ്ഡലത്തോടുകൂടെ, സംസാരിക്കുവാൻ നാവോടുകൂടെ, തിരിച്ചറിയുവാനുള്ള ശക്തിയോടുകൂടെ ഈ ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ധനവാന്റെ വീടിന്റെ പടിപ്പുരവാതിൽക്കൽ കിടന്ന ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഒരു ചെറിയ സന്തോഷം. അബ്രഹാം പിതാവിനെയും പരിചയമുണ്ട്, ലാസറിനെയും പരിചയമുണ്ട്. പടിപ്പുരവാതിൽക്കൽ കിടന്നിരുന്ന ലാസർ പലപ്പോഴും എയർ കണ്ടീഷൻ കാറിൽ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഇവൻ ഈച്ചയും അടിച്ചുകൊണ്ട്, ചൊറിയും പിടിച്ചുകൊണ്ട്, നാറ്റം വമിച്ചുകൊണ്ട് ആ വാതിൽക്കൽ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇവൻ വളരെ ദാഹത്തോടെ ഈ ധനവാന്റെ എയർ കണ്ടീഷൻ കാറിലേക്ക് എത്തി നോക്കിയിട്ടുണ്ട്. ആ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ലാസറിനെ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ ആ ലാസറിലൂടെ വല്ല പ്രയോജനവും ഉണ്ടാകും എന്നുള്ളൊരു ധാരണ നിമിത്തമാണ് സന്തോഷത്തോടെ നോക്കിയത്. മറ്റൊരു പ്രത്യാശയ്ക്കും വക കണ്ടു. അബ്രഹാം പിതാവിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. അബ്രഹാം പിതാവിന് നല്ല പരിചയമുണ്ട്. കാരണം ഇദ്ദേഹം അബ്രഹാം പിതാവിന്റെ വംശത്തിൽപ്പെട്ടയാളാണ്. ഈ വിളിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അബ്രഹാം പിതാവിന്റെ കൊച്ചു മകൻ, ഇദ്ദേഹത്തിന്റെ വല്യപ്പച്ചൻ അബ്രഹാം പിതാവിന്റെ വംശത്തിൽപ്പെട്ടവൻ, കുടുംബത്തിൽപ്പെട്ടവൻ. പലരും വിചാരിക്കും, ഇന്ന കുടുംബത്തിൽ പിറന്ന എനിക്ക് സ്വർഗം കിട്ടിയില്ല, പിന്നെ ആർക്കാ കിട്ടുന്നതെന്ന്. എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ ഇത്ര പുരോഹിതന്മാരുണ്ട്, ഇന്നാരൊക്കെ ഉണ്ട്, എൻ്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് ലഭിക്കും എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് ഇത്. പുള്ളി വിചാരിച്ചു ഈ അബ്രഹാം പിതാവിനെ വിളിച്ചാൽ വല്ല രക്ഷയും ഉണ്ടാകുമെന്ന്. ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു, എന്റെ നാവ് വരളുന്നു, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു. ആ ലാസറിനെ ഇവിടേക്കൊന്ന് അയക്കണം. അവന്റെ അണിവിരൽ, അവന്റെ കുഞ്ഞുവിരൽ വെള്ളത്തിലൊന്ന് മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ. തുള്ളി വെള്ളമില്ല ഇവിടെ. ഭൂമിയിലായിരുന്നപ്പോ വെള്ളത്തിന്റെ പുറത്ത് നടന്ന ആളാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ. ചിലര് പല്ല് തേക്കണമെങ്കിൽ പട്ടച്ചാരായം വേണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലുകൾ നേരെ നിൽക്കണമെങ്കിൽ അരക്കുപ്പി അകത്ത് ചെല്ലണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? തലേന്ന് രാത്രിയിലെ തലേണക്കീഴിൽ ഒരു അരക്കുപ്പി കരുതി വെച്ചേക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യമായിട്ട് ഇതൊരു അരക്കുപ്പി അകത്ത് എന്നെങ്കിലേ വിറയൽ മാറത്തുള്ളൂ. ഇദ്ദേഹവും അങ്ങനെയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നത് വരെ വെള്ളത്തിന്റെ പുറത്ത് നടന്ന പുള്ളിക്ക് ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ആ ലാസറിന്റെ വിരൽ വെള്ളത്തിലൊന്ന് മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമെന്ന്. അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ, യാതൊരു രക്ഷയുമില്ല. നിന്റെ ആയുസ്സിൽ ഒത്തിരി വെള്ളം കുടിച്ചു, ഇപ്പൊ കുടിക്കണ്ട, ഇനി കുടിക്കണ്ട. നീ ഒത്തിരി കുടിച്ചില്ലേ, അത് മതി, ഇനി നീ കുടിക്കണ്ട. നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചു, ലാസർ അവണ്ണം തിന്മയും അനുഭവിച്ചു. നീ അവിടെ യാതന അനുഭവിക്കുന്നു, അവനിവിടെ സുഖം അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പിതാവ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മകനെ, ഇവിടെ നിന്നൊരുത്തൻ അങ്ങോട്ട് വരാനും സാധ്യമല്ല, അവിടെ നിന്നൊരുവൻ ഇങ്ങോട്ട് വരാനും സാധ്യമല്ല. ചിലർ തെറ്റിദ്ധരിക്കുന്നു. മരണശേഷം ആത്മാവ് കുട്ടിനരകത്തിൽ പോയി ചേർന്ന ശേഷം 40 ദിവസം ഭൂമിയിലിരിക്കുന്ന ബന്ധുമിത്രാദികൾ എന്തെങ്കിലും ശേഷക്രിയകൾ നടത്തി ഈ കുട്ടിനരകത്തിൽ നിന്ന് ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് ചിലർ ധരിക്കുന്നു.
വേദപുസ്തകമനുസരിച്ച് സാധ്യമല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല, ഒരിക്കലും അത് സാധ്യമല്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ആദ്യമായിട്ട് പോകേണ്ട പുള്ളി ഈ ധനവാനായിരുന്നു. കാരണം ഭൂമിയിൽ വല്ലതും ചെയ്യുവാൻ സാഹചര്യവും ചുറ്റുപാടുമുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തി എല്ലാം ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പലതും ചെയ്തു കാണും, ഒന്നും എഫക്റ്റ് ചെയ്തില്ല. ധനവാൻ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഈ മൈക്ക് അങ്ങോട്ട് വിളിച്ചു കൊടുത്താൽ ധനവാൻ അവിടെ കടന്നുകൊണ്ട് വിളിച്ചു പറയും, ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, കാണിച്ചതൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല, ഒരു ഇഞ്ച് പോലും ഈ കുട്ടി നരകത്തിൽ തന്നെ പൊക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് ധനവാൻ ഈ മൈക്കിലൂടെ വിളിച്ചു പറയും. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. മരണശേഷം ഈ ഭൂമിയിലുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഒരുവന് നരകത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധ്യമല്ല. ചെന്നു ചേരുന്ന നരകം നിത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ധനവാൻ പറയുന്നു, എന്നാൽ അബ്രഹാം പിതാവേ, ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരെന്നേക്കാൾ ഒട്ടും മോശമല്ല. അവരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വലിയ അച്ചാച്ചൻ സ്വർഗത്തിൽ പിതാവിന്റെ മഹത്വത്തിൽ വലഭാഗത്തിരിക്കുകയാണെന്ന്. അവരും ഇവിടെ തന്നെ വരുമെന്നാണ് അവർ വ്യാമോഹിച്ച് കാത്തിരിക്കുന്നത്. ഈ ലാസറിനെ അങ്ങോട്ട് അയക്കണം, ഒന്ന് പറയണം, വലിയ ചാച്ചൻ അങ്ങെത്തിയിട്ടില്ല, നരകത്തിലാണ് കിടക്കുന്നത്. ഇവിടെ കിടന്നുകൊണ്ട് സകല പണിയും നോക്കിയിട്ട് 1 ഇഞ്ച് പോലും പൊങ്ങുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരോടൊന്ന് പറയിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടാൻ, ഇപ്പോൾ മാനസാന്തരപ്പെടാൻ ഈ ലാസറിനെ അയച്ചൊന്ന് പ്രസംഗിപ്പിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ എന്ത് ചെയ്യാം, ഈ ലാസറിനെ അങ്ങോട്ടും അയക്കാൻ നിവർത്തിയില്ല. അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്ക് അവർ കേൾക്കത്തില്ല. ധനവാൻ പറയ, ഇല്ല കർത്താവേ, ഇല്ല അബ്രഹാം പിതാവേ, ഈ മോശയുടെയും പ്രവാചകന്മാരുടെ ഒന്നും വാക്ക് കേൾക്കുന്നവരല്ല ഞങ്ങളുടെ കുടുംബക്കാര്. ഞങ്ങളുടെ കുടുംബക്കാർ ഈ മോശയുടെയും ഈ മോശ ഉപദേശിയുടെയും മറ്റൊന്നും വാക്ക് കേൾക്കാൻ പോകുന്നവരല്ല. അവർക്ക് ഇതിനൊന്നും സമയമില്ല, ഇതിനൊന്നും അവർ ചെവി കൊടുക്കുന്നവരല്ല. ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. അപ്പോൾ അബ്രഹാം പിതാവ് മറുപടി പറയുന്നു, മകനെ, മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് അവർ കേട്ടില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് എന്നാലും പറയുന്നു, അവർ വിശ്വസിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ലാസർ ഉയർത്തെഴുന്നേറ്റ് രാത്രിയിൽ അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ലാസർ പതിയെ അങ്ങോട്ട് കയറി ചെന്നു എന്നിരിക്കട്ടെ, എന്തായിരിക്കും അവസ്ഥ? സത്യം പറയാനായിരിക്കും കയറി ചെന്ന്. അലറിക്കൊണ്ട് ഓടുന്ന ഓട്ടത്തിന് ഒരു അവസാനമുണ്ട്. അയ്യോ ഭൂതം പ്രേതമെന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. മരണാനന്തരമായ ശേഷക്രിയകൾ ഒരിക്കലും മനുഷ്യാത്മാവിനെ രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് നിത്യമായ നരകമാണ്. ഈ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പ്രസ്താവിക്കുന്നു നരകത്തെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇതിനെ നിത്യ അഗ്നി എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 46-ാം വാക്യത്തിൽ ഇതിനെ നിത്യ ദണ്ഡനം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് ഇതിനെ 2ാം മരണം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ ഇത് 2ാം മരണം. മരണാനന്തരം ഒരു ഭയാനകമായ നിത്യ നരകമുണ്ട്. ഇതിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിത്യരക്ഷ നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഈ ഭയാനകമായ നിത്യ ശിക്ഷാവിധിയാകുന്ന നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ദാനമായി ഈ രക്ഷയെ നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങളും കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. ഈ രക്ഷ ഒരുവന് നൽകുന്നത് പ്രവൃത്തിയിലൂടെ അല്ല. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയാൽ ലഭിക്കുന്നതല്ല. ഈ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ പ്രവൃത്തി ആവശ്യമില്ല. പലരും വിചാരിക്കുന്നു പുണ്യപ്രവർത്തികളിലൂടെ, നേർച്ച കാഴ്ചകളിലൂടെ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ, ശരീരത്തെ ദണ്ഡിപ്പിച്ചൊതുക്കുന്നതിലൂടെ. മധ്യ തിരുവിതാംകൂറിൽ അറിയപ്പെട്ട ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു പെരുന്നാൾ കാണുവാൻ പോയി ഞാൻ ഒരിക്കൽ. എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്. ഞാനിവിടെ അവിടെ അങ്ങനെ ആ ദേവാലയം ചുറ്റിക്കറങ്ങി നടന്ന് കാണുമ്പോൾ
എൻ്റെ ചിന്തയെ, എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഭവം ഉണ്ടായി. ഏറെക്കുറെ ഒരു 80 വയസ്സുള്ള ഒരു വല്യമ്മച്ചി, തന്നെ നടക്കാൻ തന്നെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. 3 ഇഷ്ടിക തലയിൽ വെച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും ഇങ്ങനെ മുഴങ്കാലിൽ ഇഴഞ്ഞു നടക്കുന്നു. ഞാൻ ആദ്യമായി കാണുകയാണ്. എൻ്റെ കൂടെ വന്ന സ്നേഹിതനോട് ഞാൻ ചോദിച്ചു, സ്നേഹിത, എന്താണ് ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, ഏതോ പാപത്തിൻ്റെ ശിക്ഷ അവരേൽക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി. എനിക്ക് ഈ വല്യമ്മച്ചിയോട് വിളിച്ചു പറയണമെന്ന് തോന്നി, അമ്മച്ചി വേണ്ട, ഇഷ്ടിക ചുമക്കണ്ട. 1900 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു തോളിൽ മരക്കുരിശ് ചുമന്നു കഴിഞ്ഞു. ഇനി നിങ്ങളിത് ചുമക്കണ്ട എന്നെനിക്ക് വിളിച്ചു പറയണമെന്ന് തോന്നി. പക്ഷേ മൗനമായിരുന്നു, പറയാൻ പറ്റിയ സാഹചര്യമല്ലാഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനിത് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രവൃത്തി ആവശ്യമില്ല. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശു തന്റെ മേൽ ചുമന്നു കഴിഞ്ഞു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ മുൾക്കിരീടം ധരിച്ചു, അവന്റെ മുഖത്തെ താടിരോമം പിടിച്ചു പറിച്ചു, അവന്റെ കൈകാലുകളിൽ കാരിരും പാണികൾ അടിച്ചു തറച്ചു, അവന്റെ മുതുകത്തെ ചമ്മട്ടി കൊണ്ട് അടിച്ചു നീളത്തിൽ കീറി, അവന്റെ വിലപ്പുറം കുത്തി തുളച്ചു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു തന്റെ മേൽ വഹിച്ചതിനാൽ ഈ രക്ഷ ദാനമായി കാൽവറി ക്രൂശിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരം കൊണ്ടുള്ള കഷ്ടപ്പാട് ആവശ്യമില്ല സ്നേഹിത. നിന്റെ ശരീരം കൊണ്ടുള്ള ബദ്ധപ്പാട് ആവശ്യമില്ല സ്നേഹിത. നീ അതിനുവേണ്ടി പണം ദാനമായി കൊടുക്കേണ്ട. ചില നാളുകൾക്ക് മുൻപ് മനോരമ പേപ്പറിൽ ഞാൻ ഇപ്രകാരം വായിച്ചു, ഒരാൾ 20 ലക്ഷം രൂപ ഒരറിയപ്പെട്ട ദേവാലയത്തിൽ കൊണ്ടുപോയി കാണിക്കയായിട്ടിട്ടു. ഞാൻ വിചാരിക്കുക, ദൈവം തമ്പുരാൻ അല്പം ഒരു ടിപ്പ് കൊടുത്തതായിരിക്കും, എന്നെ കൂടെ അങ്ങോട്ടൊന്ന് കയറ്റിവിടാൻ. 20 ലക്ഷം. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യം പണക്കാരുടേത് മാത്രമായി പോകും. 20 പൈസ എടുക്കുവാൻ നിവൃത്തിയില്ലാത്തവന് ദൈവരാജ്യത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടും. ഇല്ല, നിങ്ങളുടെ പ്രവർത്തികൾ ഇതിനാവശ്യമില്ല. നിങ്ങളുടെ പ്രവർത്തികൾ ഇതിനാവശ്യമില്ല. ഇത് ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ ദാനമാണെങ്കിലും ഇത് പ്രാപിക്കുവാൻ ചില കണ്ടീഷനുണ്ട്. ഈ ആത്മാവിന്റെ രക്ഷ, പാപത്തിന്റെ മോചനം, നിത്യ നരകത്തിൽ നിന്നുള്ള വിടുതൽ, ഇത് പ്രാപിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ ചില കണ്ടീഷൻ വെച്ചിരിക്കുന്നു. ഇത് പ്രാപിക്കുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നാം രക്ഷിക്കപ്പെടുവാൻ. അപ്പോസ്തല പ്രവൃത്തി 4:12 വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് വിളിച്ചു പറയുന്ന മറ്റാരുമല്ല, പത്രോസ്ലീഹ, വിശുദ്ധ പത്രോസ്ലീഹ. പത്രോസ്ലീഹായോടൊന്ന് ചോദിക്കൂ, വിശുദ്ധ പത്രോസ്ലീഹായെ, എന്നെ രക്ഷിക്കുവാൻ അങ്ങയുടെ പക്കൽ എന്തെങ്കിലും മാർഗമുണ്ടോ? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അങ്ങയുടെ കൈവശമാണെന്നല്ലോ വായിക്കുന്നത്. അവിടെ കെട്ടിയാൽ ഇവിടെയും കെട്ടും, ഇവിടെ കെട്ടിയാൽ അവിടെ കെട്ടപ്പെടും, അവിടെ തുറന്നാൽ ഇവിടെ തുറക്കപ്പെടും, ഇവിടെ തുറന്നാൽ അവിടെയും തുറക്കപ്പെടുവാനുള്ള പ്രത്യേക അധികാരമൊക്കെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നെ രക്ഷിക്കുവാൻ വല്ല വഴിയും അങ്ങയുടെ പക്കൽ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പത്രോസ്ലീഹ വിളിച്ചു പറയും, നിന്നുകൊണ്ട് തന്റെ ഇടത്തോടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, എന്നിലുമില്ല, സ്ലീഹന്മാരിൽ ആരിലുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമമുണ്ടെങ്കിൽ നസ്രേനായ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ ശ്രേഷ്ഠമേറിയ നാമത്തിനായി കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇതല്ലാതെ മറ്റൊരു നാമം ബൈബിളിൽ കാണുന്നില്ല രക്ഷിക്കപ്പെടുവാൻ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനുമാകുന്നു. വ്യക്തമായി പറയുന്നു, താൻ മുഖാന്തരം അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. അല്ലാതെ ആര് മുഖാന്തരം അടുത്താലും ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന് സ്തോത്രം. പലരും മറ്റു പലരിലൂടെയും ദൈവത്തോട് അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് യാചിക്കണമേ, അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റു പലരിലൂടെയും ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു, പൗലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നു, താൻ മുഖാന്തരം
ഈ താൻ എന്ന് പറയുന്നത് ആരാണ്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പൗരോഹിത്യം സിദ്ധിച്ചിരിക്കുന്ന നസ്രയനായ യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനുമാകുന്നു. സ്നേഹിതരെ, താൻ മുഖാന്തരം അടുത്തെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ മറ്റാരിലൂടെയെങ്കിലും അടുക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് ആ വൃഥാ പരിശ്രമം ഉപേക്ഷിച്ചിട്ട് യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കൂ. കാരണം അവൻ മാത്രമാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗലോകം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സകല മനുഷ്യരുടെയും പാപത്തെയും ശാപത്തെയും രോഗത്തെയും വഹിച്ചുകൊണ്ട് ഗൊൽഗോഥ മലമുകളിൽ അവസാനത്തെ തുള്ളി ചോരയും ഊറ്റിക്കൊണ്ട് പിടഞ്ഞു മരിച്ചത് ഈ നസ്രയനായ യേശുവല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല. ഇതുപോലൊരു സൗഖ്യദായകൻ വേറെ ഇല്ല. ഇതുപോലെ ഒരു രക്ഷിതാവ് വേറെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. മരണത്തെയും പാതാളത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ക്രിസ്തു അവനെ പിതാവ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഈ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 1900 വർഷങ്ങൾക്ക് മുൻപ് ആ ഗൊൽഗോഥ മലമുകളിൽ മരക്കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവസാനത്തെ തുള്ളി ചോരയും ഊറ്റിക്കൊണ്ട് പിടഞ്ഞു മരിച്ചു എന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവായി കൈക്കൊള്ളുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ദാനമായി ലഭിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:21 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും. വേറെ ഏത് നാമം വിളിച്ചപേക്ഷിച്ചാലും രക്ഷയില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഈ രക്ഷ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്നു. എഫേസ്യർ 2:8 വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങളും കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദാനമായ രക്ഷ ഈ കോതമംഗലം പ്രദേശത്തിന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾക്ക് തരുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ഈ സത്യം നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. വരുവാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയിൽ നിന്ന്, ആ ന്യായവിധിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ആത്മരക്ഷ സൗജന്യമായി ദൈവം നൽകുന്നത് ഇന്ന് രാത്രിയിൽ കരസ്ഥമാക്കൂ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഈ ദാനത്തിന്റെ, ഈ ആത്മാവിന്റെ രക്ഷയുടെ വില അറിയാമോ? നിങ്ങളുടെ ആത്മാവിന്റെ വില അറിയാമോ? ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ മനുഷ്യ ശരീരത്തെ വകതിരിച്ച് തിരിച്ചെടുത്തിട്ട് അതിനൊരു വില നിർണയിച്ചു. ചാൾസ് എച്ച് മേയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ മനുഷ്യ ശരീരത്തെ സംസ്കരിച്ചെടുത്തിട്ട് വില നിർണയിച്ചു. 6 രൂപ 45 പൈസയുടെ സാധനമുണ്ട്. ഇതെല്ലാം കൂടെ അരച്ച് ഇടിച്ചു പൊടിച്ച് ഉരുക്കി ഒക്കെ എടുത്താൽ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാനുള്ള ചുണ്ണാമ്പ് കിട്ടും. പിന്നീട് കുറെ തീപ്പട്ടിക്കൊള്ളി ഉണ്ടാക്കുവാനുള്ള ഫോസ്ഫറസും, അങ്ങനെ ചില സാധനങ്ങൾ എല്ലാം കൂടെ വില കൂട്ടിയെടുത്താൽ 6.45. ഇപ്പോൾ വിലക്കയറ്റമായതുകൊണ്ട് ഒരു 50 പൈസയോടെ നമുക്ക് കൂട്ടിയിടാം. 6 രൂപ 95 പൈസ. എങ്കിൽ ഈ 6.95 ചിലപ്പോൾ നടന്നു പോകുന്ന കണ്ടാൽ ദൈവം തമ്പുരാനെ പോലും സ്വർഗത്തിൽ നിന്ന് വലിച്ച് നിലത്തിടുമെന്ന് തോന്നുമാറാണ് നടന്നു പോകുന്നത്. നിന്റെ വില 6.95. എന്നാൽ 6 രൂപ 95 പൈസ വിലയുള്ള ഈ പുറംതോടിനകത്ത് മുഴുലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവിരിപ്പുണ്ടെന്നുള്ള സത്യം പലരും മറന്നാണ് ജീവിക്കുന്നത്. ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവിരിക്കുന്നു, മുഴുലോകത്തേക്കാൾ വില പിടിപ്പായത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? മുഴുലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ആത്മാവ്. ഈ ആത്മാവിന്റെ രക്ഷ പണം കൊടുത്തു വാങ്ങാവുന്നതല്ല, അത് വിലയേറിയതാണ്. അതാണ് അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നത്. പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. ഹല്ലേലൂയ! ഈ വിലയേറിയ ആത്മാവിന്റെ രക്ഷ ദാനമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്ഷത്തിലൂടെ നമുക്ക് നൽകുന്നതിനാൽ വീണ്ടും കരകളെ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കും.
ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ദാനം വേദപുസ്തകത്തിൽ അത്യന്തം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ദാനത്തെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു ദാനത്തെ നാം കാണുന്നു. വായിക്കും. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന നിക്ഷേപമായ ദൈവത്തിന്റെ ദാനമായ അത്യന്ത ശക്തി. ഇതാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ദാനമായി ദൈവം ഈ കാലങ്ങളിൽ സകല ജഡത്തിന്മേലും പകർന്നുകൊണ്ടിരിക്കുന്ന, അയച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം. ഇത് പ്രാപിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ദാനമാണെന്ന് വിചാരിച്ച് വെറുതെ പ്രാപിപ്പാൻ കഴിയില്ല. ഇത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2:38 വാക്യത്തിൽ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന തന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തില് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായ ഭാഗത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. 120 പേരടങ്ങുന്ന ഒരു സമൂഹം, 12 അപ്പോസ്തലന്മാർ, യേശുവിന്റെ അമ്മ മറിയ, അങ്ങനെ 13 പേർ, കൂടാതെ 107 വിശ്വാസികൾ. ഇങ്ങനെ 120 പേരടങ്ങുന്ന ഒരു സമൂഹം ആ യെരൂശലേമിൽ മർക്കോസിന്റെ മാളികയിൽ, സെഹിയോൻ മാളികയിൽ പെന്തക്കോസ്ത് നാളിൽ കാത്തിരിക്കവേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. 120 പേർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഏറെക്കുറെ 2 മൈൽ ദൂരത്തിൽ യെരൂശലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ, യെരൂശലേം ദേവാലയത്തിൽ പെന്തിക്കോസ്ത് പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരുന്ന യഹൂദ ജനത അവിടം വിട്ടിട്ട് ഈ മർക്കോസിന്റെ മാളികയിലേക്ക് ഓടിക്കൂടുന്നു. ഇവർ കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുത പരതന്ത്രരാക്കി. ഇതെന്താണ്? ഒരു കൂട്ടർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ച് മത്തരായി വിരിക്കുന്നു. മറ്റൊരു കൂട്ടർ പറഞ്ഞു, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ചോദിച്ചു, സഹോദരന്മാരെ, ഇത് ഞങ്ങൾ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ആദ്യമായി പരിശുദ്ധാത്മ പകർച്ച ഈ ഭൂമിയിൽ ഉണ്ടായപ്പോൾ 3 അഭിപ്രായം രേഖപ്പെടുത്തിയ 3 കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. ഈ യോഗത്തിന്റെ ആരംഭത്തിലും പാട്ടുപാടി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ശ്രോതാക്കളായ പലരും വീക്ഷിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവും. പലരും പല അഭിപ്രായം രേഖപ്പെടുത്തി കാണും. ഒരുപക്ഷെ പറയും, ഇവർ വെറുതെ കിടന്ന് ചാടുക. ഈ ഡ്രം ഇങ്ങനെ അടിച്ചതിന്റെ താളം മുറുകിയപ്പോൾ ഉണ്ടായ വൈകാരികമായ ചില പ്രകടനങ്ങളാണ് ഈ ചാട്ടമെന്ന്. മറ്റു ചിലർ പറയുന്നത്, അല്ലല്ല, അങ്ങനെ വെറുതെ ചാടാൻ ഒക്കുകയല്ലോ, ഏതോ ഒരു ശക്തി ഇവരിലുണ്ട്, അതുകൊണ്ടാണ് ഈ ചാടുന്നത്. അഭിപ്രായം രേഖപ്പെടുത്തുന്ന 2-ാമത്തെ വകുപ്പ്. 3-ാമത്തെ കൂട്ടർ, ശ്രേഷ്ഠരായ ഒരു കൂട്ടർ, ഇത് വാസ്തവത്തിൽ ദൈവശക്തിയാണ്, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്, ഇത് ഞങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരോട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അപ്പോസ്തല പ്രവൃത്തി 2:38. പത്രോസ് അവരോട് വായിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അതൽപ്പോ ഒന്ന് ഉറക്കെ പറഞ്ഞോട്ടെ. ചില പറയും അതൊരു നൂതന ഉപദേശമാണ്, നവീന ഉപദേശം. ഈ അടുത്ത കാലത്തുണ്ടായ പെന്തിക്കോസ്തുകാരുടെ ഇടയിലുള്ള ഒരു പുതിയ ഉപദേശം, സ്നാനപ്പെടണം പോലും. സ്നാനപ്പെടണമെന്ന് ഇല്ല, ഇത് പുതിയ ഉപദേശമല്ല. വളരെ പഴക്കമുണ്ട് ഇതിന്. 1-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. പുതിയ നിയമസഭയുടെ പ്രാരംഭത്തോളം പഴക്കമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഉപദേശം പുതിയ ഉപദേശമല്ല, പഴയ ഉപദേശം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ച ഉപദേശം, താൻ സ്വീകരിച്ച ഉപദേശം, താൻ അനേകർക്ക് നൽകിയ ഉപദേശം, അപ്പോസ്തലന്മാർ സ്വീകരിച്ച ഉപദേശം, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ഉപദേശം, പഠിപ്പിച്ച ഉപദേശം, അവർ പ്രായോഗികത്തിൽ കൊണ്ടുവന്ന ഉപദേശം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പൊ പറയും, ഞങ്ങള് സ്നാനപ്പെട്ടതാ, ബാല്യപ്രായത്തിൽ പെട്ടതാ. അല്ല, പത്രോസിന്റെ ഉപദേശം അങ്ങനെയല്ല, മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടാനാണ്.
അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എത്ര വ്യക്തമായിട്ടാ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തു ഓരോരുത്തൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടണം. 28 ദിവസം പ്രായമുള്ള കുട്ടിക്ക് മാനസാന്തരപ്പെടാൻ പക്വതയില്ല, തിരിച്ചറിവില്ല. അതിന്റെ മുഖത്തേക്കൊന്ന് നിങ്ങൾ നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിക്കുക, കുഞ്ഞെ, നീ മാനസാന്തരപ്പെട്ടുവോ? നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുവോ? യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്തായിരിക്കും മറുപടി? അതിന് മാനസാന്തരപ്പെടുവാനുള്ള ത്രാണിയില്ല, തിരിച്ചറിവില്ല, പക്വതയില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നതിന് മുൻപ് നൽകുന്ന സ്നാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നാനമല്ല. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ. അപ്പന് വേണ്ടി മകൻ സ്നാനപ്പെട്ടാ പോരാ, മകന് വേണ്ടി അപ്പനും സ്നാനപ്പെട്ടാ പോരാ. സ്നാനപ്പെടുമ്പോൾ മാമോദീസ കൈക്കൊള്ളുമ്പോൾ ഇപ്രകാരം ഏറ്റുപറയാറുണ്ട്, സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ കൈക്കൊണ്ട് പാപങ്ങളുടെ മോചനത്തിന് മാമോദീസ ഒന്നു മാത്രമെന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയും. ആരാ? തലത്തൊട്ടപ്പൻ തലയ്ക്കൽ നിന്നുകൊണ്ട് ഏറ്റുപറയും. ഇവിടെ പറയുന്ന ഈ പോരാ, ഓരോരുത്തൻ. മകന് വേണ്ടി അപ്പൻ പറഞ്ഞ പോരാ. ബൈബിൾ വ്യക്തമായി പറയുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ? അപ്പൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ, മോനെ ഞാൻ നിറയെ കഴിച്ചിട്ടുണ്ട്, നീ ഇനി ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ അവന്റെ വയറ് നിറയുമോ? നോ. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. അപ്പൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ അപ്പന് ഗുണമുണ്ട്, മകൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ അവന് ഗുണമുണ്ട്. ഇതാണ് ബൈബിൾ സത്യം. ഈ സത്യത്തെ നിഷേധിക്കുവാൻ ഒരൊറ്റ വ്യക്തിക്കും സാധ്യമല്ല. സ്നാനം സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമമാണ്. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഇത് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു ഉപാധിയാണ്. ഗലാത്യർ 3:27 വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് എന്ന് പറയും. ഞങ്ങൾ പെന്തിക്കോസിൽ ചേരത്തില്ല. പെന്തിക്കോസിൽ ചേരാനല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഇന്ന് വരെ പെന്തിക്കോസിൽ ചേർന്നിട്ടില്ല. പക്ഷെ പെന്തിക്കോസ് ഇങ്ങോട്ട് വന്ന് ചേരുകയായിരുന്നു. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഈ 50-ാം നാളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നാണ്. ഞാൻ പെന്തിക്കോസ് സഭയിൽ ചേർന്നതല്ല. പെന്തിക്കോസിന്റെ അനുഭവം 1978 മെയ് മാസം 28-ാം തീയതി ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് പെന്തിക്കോസ് ഇങ്ങോട്ട് വന്നു ചേർന്നു. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഞാൻ ആത്മാവിൽ നിറഞ്ഞു. അന്യഭാഷകളിൽ സംസാരിച്ചു. ഞാൻ ദൈവരാജ്യത്തിനുള്ളിലായി തീർന്നു. ഹല്ലേലൂയ. അത് പെന്തിക്കോസുകാരെല്ലാം കൈ ഉയർത്തിയവരല്ലേ പറഞ്ഞാട്ട്. പെന്തിക്കോസിൽ ചേർന്നവരല്ല, പെന്തിക്കോസ് ഇങ്ങോട്ട് വന്ന് ചേർന്നവർ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസിന് അനുഭവം 50-ാം നാളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയെ പ്രാപിച്ചവർ വീണ്ടും പറഞ്ഞാട്ട്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. പെന്തിക്കോസിൽ ചേരാനല്ല സ്നാനം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിനോട് ചേർന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവനാമ മഹത്വത്തിനായി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പല കരങ്ങളും ഉയർന്നിട്ടില്ല. അവരുടെ മനസാക്ഷി തന്നെ പറയുന്നു, ഞാൻ ഇതുവരെ ചേർന്നില്ലെന്ന്. ചേരാൻ ഒരവസരം. സ്നാനപ്പെടാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മുൻപോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തരാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ. ദൈവത്തിന് സ്തോത്രം. ഇത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം മർക്കോസ് 16:16 വായിക്കുന്നത് പോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ഇത് ദൈവത്തിന്റെ അത്യന്ത ശക്തി. അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ആ പദം തന്നെ വ്യക്തമാക്കുന്നു, ഇതിന് അന്തമില്ല എന്ന്. ഈ അത്യന്ത ശക്തി നമുക്ക് ദാനമായി പകർന്നിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയാണ്, അന്തമില്ലാത്ത ശക്തി. ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ച് പഠിച്ചപ്പോൾ, അല്പം ആഴമായി പഠിച്ചപ്പോഴാണ് എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയപ്പെടുവാനും, ദൈവമേ ഈ ശക്തി ദാനമായി എനിക്ക് തന്നല്ലോ എന്നോർത്ത് അധികമധികം ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ഇടയായി. എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു വിഷയം, ഈ അത്യന്ത ശക്തി എന്ന് പറയുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തി മനുഷ്യനെ നൊടി ഇടയ്ക്കുള്ളിൽ കണ്ണിമിക്കുന്നതിനിടയിൽ
ഈ നക്ഷത്രമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിനും സൂര്യമണ്ഡലത്തിനും നക്ഷത്രമണ്ഡലത്തിനും അപ്പുറത്ത് സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. 1 തെസ്സലോനിക്കർ 4:16 വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. യേശുക്രിസ്തു വീണ്ടും വരും. 1900 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഗംഭീര ധ്വനിയോടുകൂടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ പിതാവിന്റെ വലഭാഗത്ത് നിന്ന് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ആ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ ഈ ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ കണ്ണിമയ്ക്കുന്നതിനിടയിൽ, കണ്ണടച്ചു തുറക്കുവാൻ എടുക്കുന്ന സമയം ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനുള്ള സമയം എത്രയാണെന്ന് അറിയാമോ? 1 സെക്കൻഡിന്റെ 1/4 സമയം. ഈ 1 സെക്കൻഡിന്റെ 1/4 സമയത്തിനുള്ളിൽ ഈ ഭൂമിയിലുള്ള ഒരു കൂട്ടം വിശുദ്ധന്മാർ, മരിച്ച കല്ലറകളിൽ വിശ്രമിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ മൃതശരീരം ഈ സെക്കൻഡിന്റെ 1/4 സമയത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റ് ഇവിടം വിട്ടു പോകുവാൻ പോകുന്നു. ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ സെക്കൻഡിന്റെ 1/4 സമയത്തിനുള്ളിൽ ഈ ലോകം വിട്ട് പറന്ന് മധ്യാകാശത്തിലേക്ക് കയറുവാൻ പോകുന്നു. അവർ ഈ ഭൂമിയിൽ നിന്ന് പറന്നുയർന്നിട്ട് ചന്ദ്രമണ്ഡലവും സൂര്യമണ്ഡലവും താണ്ടി, നക്ഷത്രമണ്ഡലവും താണ്ടി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്യുവാൻ പോകുന്നു. ഈ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ഈ മണ്ണിൽ ഉറങ്ങുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഈ കണ്ണിമിക്കുന്നതിനിടയിൽ ഈ ഭൂമിയിൽ നിന്ന് ഈ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നത് നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി മൂലമാണ്. ഇല്ലെങ്കിൽ ഈ അത്യന്ത ശക്തി മൂലം നാം പോയി ചേരുവാൻ പോകുന്ന ഇടവും, ആ പോയി ചേരുവാൻ പോകുന്ന ഇടത്തിലേക്കുള്ള ദൂരവും, അവിടെ നമ്മെ കൊണ്ടുപോയി ചേർക്കുന്ന ശക്തിയുടെ വലിപ്പവും ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി ചില വർഷങ്ങൾക്ക് മുൻപ്. റോക്കറ്റിലൂടെയാണ് ചന്ദ്രനിൽ പോയത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന റോക്കറ്റുകളിൽ ഏറ്റവും വേഗത കൂടിയത് 1 മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന റോക്കറ്റുകളാണ്. എന്നാൽ 1 മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ ഓടുന്ന റോക്കറ്റുകൾ നിർമ്മിക്കുവാൻ ഇന്ന് ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ശ്രമം വിജയിച്ചു എന്ന് വരാം. അങ്ങനെ റോക്കറ്റിൽ കയറി യാത്ര ചെയ്യുകയാണെങ്കിൽ ചന്ദ്രനിൽ പോയി ചേരുവാൻ, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഈ ചന്ദ്രനിൽ പോയി ചേരുവാൻ 1 മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റിൽ കയറി യാത്ര ചെയ്താൽ 65 മണിക്കൂർ വേണം ചന്ദ്രനിൽ ചെല്ലുവാൻ. മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ ഓടിയാൽ 3 മണിക്കൂർ എടുക്കും ചന്ദ്രനിൽ ചെല്ലുവാൻ. ദൈവത്തിന് സ്തോത്രം. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൽ ചെന്നെത്തുവാൻ മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ ഓടിയാൽ 10.5 മാസം എടുക്കും ശുക്രനിൽ ചെല്ലുവാൻ. 2 ലക്ഷം മൈൽ വേഗത്തിൽ ഓടുന്ന റോക്കറ്റ് ആണെങ്കിൽ 2 ആഴ്ച കൊണ്ട് ശുക്രനിൽ ചെന്നെത്തുവാൻ കഴിയും. ചൊവ്വാഗ്രഹത്തിൽ ചെന്നെത്തുവാൻ മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ ഓടുന്ന റോക്കറ്റ് ആണെങ്കിൽ 1.5 വർഷം എടുക്കും. എന്നാൽ 2 ലക്ഷം മൈൽ വേഗത്തിലാണെങ്കിൽ 3 ആഴ്ച കൊണ്ട് ചൊവ്വയിൽ ചെന്നെത്താം. സൂര്യനിൽ ചെന്നെത്തുവാൻ മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ ഓടുന്ന റോക്കറ്റ് ആണെങ്കിൽ സൂര്യനിൽ ചെന്നെത്തുവാൻ 3 ദീർഘവർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ മണിക്കൂറിൽ 2 ലക്ഷം മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന റോക്കറ്റിൽ യാത്ര ചെയ്താൽ 6 ആഴ്ച കൊണ്ട് സൂര്യനിൽ ചെന്നെത്തുവാൻ കഴിയും. ഈ ആകാശഗംഗ ഗാലക്സിയിലെ നക്ഷത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മുടെ ഈ സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു നക്ഷത്രത്തിൽ ചെന്നെത്തണമെങ്കിൽ ഈ ആകാശഗംഗ ഗാലക്സിയിൽ 1 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അതിൽ
ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ഈ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രത്തിൽ പോയി ചേരണമെങ്കിൽ മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു റോക്കറ്റിൽ കയറി യാത്ര ചെയ്താൽ 7,20,000 വർഷങ്ങൾ വേണ്ടിവരും. 7,20,000 വർഷങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ ചെന്ന് ചേരുവാൻ. മണിക്കൂറിൽ 2,00,000 മൈൽ വേഗത്തിൽ ഓടുന്ന ഒരു റോക്കറ്റ് ആണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോയി ചേരണമെങ്കിൽ 14,000 വർഷം വേണ്ടിവരും. 14,000 വർഷം. ഈ 14,000 വർഷം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് എത്ര ജനന മരണങ്ങൾ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ആ ശ്രമം ഉപേക്ഷിച്ചിരിക്കുക, അങ്ങോട്ട് പോകുന്ന പരിപാടി വേണ്ടെന്ന്. മണിക്കൂറിൽ 2,00,000 മൈൽ വേഗത്തിൽ ഓടിയാലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോയി ചേരണമെങ്കിൽ 14,000 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആകാശഗംഗ ഗാലക്സിയിൽ 1,00,000 കോടി നക്ഷത്രങ്ങൾ. ഇതുപോലെ 1,00,000 ഗാലക്സികൾ, നക്ഷത്ര സമൂഹങ്ങൾ. മനുഷ്യന്റെ ചിന്തയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതത്ര വലിപ്പമേറിയ പ്രപഞ്ചം. ഈ ചന്ദ്രമണ്ഡലത്തെയും ഈ സൂര്യമണ്ഡലത്തെയും ഈ നക്ഷത്രമണ്ഡലത്തെയും കടന്ന് സ്വർഗാദി സ്വർഗത്തിൽ ചെല്ലുവാൻ 65 മണിക്കൂർ വേണ്ട, 2 ആഴ്ച വേണ്ട, 3 ആഴ്ച വേണ്ട, 6 ആഴ്ച വേണ്ട, 14,000 വർഷവും വേണ്ട. കണ്ണിമിക്കുന്നതിനിടയിൽ, നൊടിയിടയിൽ കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ഈ ഭൂമിയിൽ നിന്ന് ഈ ശക്തി ഉയർത്തി ചന്ദ്രമണ്ഡലത്തിനും മീതെ, സൂര്യമണ്ഡലത്തിനും മീതെ, നക്ഷത്രമണ്ഡലത്തിനും മീതെ സ്വർഗാദി സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നു. അതിന് 1 സെക്കൻഡിന്റെ 4/1 മാത്രം മതി. അതുകൊണ്ടാണ് ഈ ശക്തിയെ കുറിച്ച് പറയുന്നു, ഇത് അത്യന്തമായ ശക്തിയാണ്. ഹല്ലേലൂയ! മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതിലും ഏറ്റവും വലിയ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ സെക്കൻഡുകൾ കൊണ്ട് നക്ഷത്രമണ്ഡലത്തിനപ്പുറത്ത് സ്വർഗാദി സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന ശക്തി, അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഈ കോതമംഗലംകാരെല്ലാവരും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദാനമായി നിങ്ങൾക്കത് നൽകുവാൻ പോവുകയാണ്. ഇതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ല. ദാനമായി നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ, ഈ അത്യന്ത ശക്തിയെ ദാനമായി നൽകുവാൻ പോകുന്നു. എന്തിന്? ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരമാം സഭയുടെ അംഗമായി തീരുവാൻ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റോമർ 8:11 വായിക്കുമ്പോൾ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചെങ്കിലും മരിക്കാതിരിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചിട്ടില്ല. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വിദ്യയും കണ്ടുപിടിച്ചിട്ടില്ല. ഹൃദയം മാറ്റിവെച്ചു. മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ സ്പെയർ പാർട്സ് പോലെ കടകളിൽ വാങ്ങുവാൻ കിട്ടുന്ന കാലം. ഇന്ന് വർക്ക്ഷോപ്പുകളിൽ കാറിന്റെ നട്ടുബോൾട്ട് ഊരിമാറ്റി വേറെ പിടിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ അവയവങ്ങൾ ഊരിമാറ്റി പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഇതെല്ലാം ചെയ്തിട്ടും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുമെന്ന് ചിലർ പ്രത്യാശിച്ച് കാത്തിരിക്കുന്നു. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് മഞ്ഞ അറകൾ നിർമ്മിച്ചിരിക്കുന്നു പോലും. എന്തിനാണെന്നറിയാമോ? മനുഷ്യന്റെ മൃതശരീരങ്ങൾ സൂക്ഷിക്കുവാൻ. ഒരു 100 വർഷത്തേക്ക് കേടുകൂടാതെ മൃതശരീരം സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും. കോതമംഗലംകാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്താൽ കൊള്ളാം. $75,000 അതിന്റെ റെന്റ്. 100 വർഷത്തേക്ക് കേടുകൂടാതെ അതിനകത്ത് സൂക്ഷിക്കാം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അടുത്ത 100 വർഷത്തിനിടയിൽ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള എന്തെങ്കിലും വിദ്യ ഇന്നത്തെ ശാസ്ത്രലോകം കണ്ടുപിടിക്കും. അന്ന് എനിക്ക് വീണ്ടും ജീവിച്ചെഴുന്നേറ്റ് വരാം എന്നുള്ള പ്രത്യാശയോടുകൂടെ പലരും മഞ്ഞ അറകൾ ബുക്ക് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. 75,000 അതില്ലാത്തവന്റെ ഗതികേട് തന്നെ. 75,000 ഇല്ലാത്തവനാണ്. എന്നാൽ അവരുടെ ശ്രമം എത്രമാത്രം വിജയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ $75,000 മുടക്കാതെ
മഞ്ഞ അറകളിൽ മൃതശരീരം സൂക്ഷിക്കാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുവാൻ വിദ്യ കണ്ടുപിടിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ! എങ്ങനെ ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുവാൻ പോകുന്നു. അവർ അക്ഷയ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ലോകമുറ്റുനോക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം സംഭവിക്കുവാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ ഇത് പ്രാപിക്കുവാൻ ഈ അത്യന്ത ശക്തി നിങ്ങൾക്ക് ആവശ്യം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി. ഈ ശക്തിക്ക് മറ്റൊരു വിശേഷണ പദം കൊടുത്തിട്ടുണ്ട്, സകലവും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി. സകലവും കീഴ്പ്പെടുത്തുന്ന. ഇന്ന് മനുഷ്യന് പലതും കീഴടക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ജഡത്തെയും പാപത്തെയും കീഴടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അലക്സാണ്ടറെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. 33 വയസ്സിനിടയിൽ മുഴു ലോകവും കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നവൻ മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചു, മഹാസമുദ്രമേ, നീയും ഒരു രാജ്യമായിരുന്നെങ്കിൽ എന്റെ സൈനിക ബലത്താൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് അട്ടഹസിച്ച അലക്സാണ്ടർ 33-ാമത്തെ വയസ്സിൽ മദ്യപാന നിമിത്തം മരണത്തിന് അടിമയായി. തനിക്ക് മരണഹേതുവായി തീർന്ന തന്റെ മദ്യപാന സ്വഭാവമായിരുന്നു. ലോകത്തെ വെട്ടിപ്പിടിച്ച് കാൽക്കീഴെ കൊണ്ടുവന്നെങ്കിലും പാപ സ്വഭാവത്തെ കീഴടക്കുവാൻ അലക്സാണ്ടറെ കൊണ്ട് കഴിഞ്ഞില്ല. ഇന്ന് ലോകത്തിലെ പല നേട്ടങ്ങൾ നേടിയെടുത്ത പല ശ്രേഷ്ഠന്മാർക്കും തങ്ങളുടെ പാപ സ്വഭാവത്തെ, ജഡത്തിന്റെ സ്വഭാവത്തെ, തങ്ങളുടെ ജഡത്തിന്റെ ഇച്ഛകളെ, വികാരങ്ങളെ കീഴടക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാർ പരിശുദ്ധാത്മ ശക്തിയാൽ പാപത്തെയും ജഡത്തെയും ഇച്ഛകളെയും വികാരങ്ങളെയും കീഴടക്കി പരിശുദ്ധ ജീവിതം ചെയ്യുന്നു. ഹല്ലേലൂയ! ആമേൻ. അത്യന്ത ശക്തി ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ജയജീവിതം ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന അത്യന്ത ശക്തി. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിങ്കൽ ദൈവം സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ്ത് നാളിൽ പകരുവാൻ ആരംഭിച്ച ഈ അത്യന്ത ശക്തി ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എണ്ണമറ്റ പരമാർത്ഥികളായ ആത്മാക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോതമംഗലം നിവാസികൾ എല്ലാവരും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും ഈ സ്വർഗീയമായ അഗ്നിയാൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു എന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾക്കും ഈ സ്വർഗീയമായ അഗ്നി ആവശ്യമാണ്. ചിലർ ഇപ്രകാരം വിലപിക്കാറുണ്ട്, വന്ന് പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകം പ്രാപിച്ചതാണ്, അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ചിന്തയിൽ എനിക്ക് ജയമില്ല. സാത്താൻ കയറി എൻ്റെ മനസ്സിൽ കൂടുകെട്ടിയിരിക്കുന്നു, എൻ്റെ തലയിൽ ഒരു വലിയ സാത്താൻ ഇരിക്കുന്നു. ഒരിക്കൽ ഒരാൾ പറഞ്ഞതാ, എല്ലാം ഉണ്ടെങ്കിലും തലയിൽ ഒരു വലിയ സാത്താൻ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരോട് പറയുവാനുള്ള മറുപടി, കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ ഒരിക്കലും ഈച്ച അടുക്കുകയില്ല. എന്നാൽ അടുപ്പ് കെട്ടിട്ട് അത് ചാരമായി തീർന്നതിന്റെ ചൂട് നഷ്ടമാകുമ്പോൾ ഈച്ച പതിയെ അടുത്തുകൂടും. ഈച്ച അടുക്കുന്നതിന്റെ കാരണം തീ കെട്ടുപോയത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യം സ്വർഗീയമായ അഗ്നിയാണ്. ദൈവജനത്തിന് ഈ നാളുകളിൽ ആവശ്യം സ്വർഗീയമായ അഗ്നി. ഹല്ലേലൂയ! അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാനമായ സ്വർഗീയമായ അഗ്നി നിങ്ങൾക്ക് ആവശ്യമാണ്. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ ദാനം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ മടങ്ങിവരവിൽ ആ ശരീര രൂപാന്തരം പ്രാപിക്കുവാൻ, പറന്നുയരുവാൻ, എടുത്തുകൊള്ളപ്പെടുവാൻ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ, അല്ല കർത്താവിന്റെ വരവിന് മുൻപേ നാം മരിച്ചു പോവുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ പോയി നിൽക്കുവാൻ ഈ അത്യന്ത ശക്തി നമുക്ക് ആവശ്യമാണ്. കണ്ണുകളെ അടയ്ക്കാം, 2 നിമിഷം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ! ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ന് മാത്രമല്ല ഇന്നും ദാഹിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ആരും ദയവായി ഈ സമയം അലക്ഷ്യമാക്കരുത്. ചുരുങ്ങിയ ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! നമ്മെ സ്നേഹിക്കുന്ന ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്ന അത്യന്ത ശക്തിയെ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ പകരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ!
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവരേവരും വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ദൈവത്തിന്റെ ദാനമായി ഈ അത്യന്ത ശക്തി കോതമംഗല നിവാസികളെ, ക്രൈസ്തവ സ്നേഹിതരെ, മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിങ്ങൾക്കത് ദാനമായി നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ, യേശുവിൻ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ! യേശു വരാറായി, കാഹള ശബ്ദം മുഴങ്ങാറായി, ഗംഭീരധ്വനി മധ്യാകാശത്തിൽ മുഴങ്ങാറായി, നമ്മുടെ കർത്താവ് പിതാവിന്റെ വലഭാഗത്ത് നിന്ന് ഇറങ്ങി പുറപ്പെടാറായി. ശ്രേഷ്ഠ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ തന്റെ വിശുദ്ധഗണത്തെ ചേർക്കുവാൻ നമ്മുടെ യേശു, കർത്താവായ യേശു, രാജാതി രാജാവായ യേശു, മണവാളനായ ക്രിസ്തു മധ്യാകാശത്തിൽ ഇറങ്ങി വരുവാൻ നാളെടുത്തുപോയി. സ്നേഹിത, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ അത്യന്ത ശക്തിയെ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിന്റെ വരവിൽ നീ എടുത്തുകൊള്ളപ്പെടുമോ? നിന്റെ ശരീരം രൂപാന്തരപ്പെടുമോ? നീ ഉയർത്തെഴുന്നേൽക്കുമോ? ദൈവത്തിന്റെ ദാനമായ ശക്തിയെ നീ പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുവാൻ പോകുന്നു. മുഴങ്കാൽ മടക്കാം, എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദാഹിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം, വാഞ്ചിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം, ആഗ്രഹിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെന്ന ദാനത്തെ പകരുവാൻ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ! നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന അഗ്നി ആവശ്യമാണ്. ആ 1-ാം നൂറ്റാണ്ടിൽ പകർന്ന ആ കൊടുങ്കാറ്റിന് സമാനമായ ശക്തി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവർ പുതുവീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ അത്യന്ത ശക്തി ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ ഇന്നും ഭൂമിയിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! 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 ആദ്യ നൂറ്റാണ്ടിലെ പോലെ, 1-ാം നൂറ്റാണ്ടിലെ പോലെ, ആ പെന്തിക്കോസ്ത് നാളിലെ പോലെ, ആ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പോലെ, ആ എഫെസോസിലെ ശിഷ്യന്മാരുടെ മേൽ പകർന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇന്ന് നമ്മുടെ മധ്യേ പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം, കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കാം, അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട്, ദൈവശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട്, പെന്തക്കോസ്തിൻ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ബലഹീനരായി കടന്നു വന്നിരിക്കുന്നവരെ, നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുമ്പോൾ നിങ്ങളെ ബലഹീനപ്പെടുത്തുന്ന ബലഹീന ആത്മാവ് വിട്ടുപോവുകയാണ്. രോഗികളായി കടന്നു വന്നിരിക്കുന്നവരെ, ദൈവശക്തി നിങ്ങളുടെ മേൽ നിഴലിടുമ്പോൾ നിങ്ങളുടെ രോഗബന്ധനങ്ങൾ അഴിയുകയാണ്. നിങ്ങൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു. ദൈവാത്മാവ് എവിടെയുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ സ്തുതിക്കാം, എല്ലാവരും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാം, ദൈവശക്തിയാൽ നിറയപ്പെടാം. പരിശുദ്ധാത്മാവ് ശക്തിയായി ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ! 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 പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! 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 പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! 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 നാം ഒരു കോറസ് പാടുവാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ച് പാടുമ്പോൾ ദൈവശക്തി നമ്മുടെ മധ്യയെ വീണ്ടും ശക്തമായി നിഴലിടുന്നതായി കാണുവാൻ കഴിയും. ദൈവശക്തി നിഴലിടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഗബ്രിയേൽ മറിയയെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൾ കന്യകയായിരുന്നു. ലോകത്തിന്റെ മുൻപാകെ അത്ഭുതകരമായ ഒരു വസ്തുത. അവൾ അതിശയിച്ചു പോയി, ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഗബ്രിയേൽ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ നിന്നിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടി നടക്കും.
ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അപ്പോൾ നിങ്ങളിൽ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പിന്റെ പ്രവൃത്തി നടക്കുവാനിടയാകും. ഒരു പുതിയ കരം, ഒരു പുതിയ കാല്, ഒരു പുതിയ ഹാർട്ട്, ഒരു പുതിയ കരള്, ഒരു പുതിയ കണ്ണ്, പുതിയ അവയവങ്ങള്, ഒരു പുതിയ ശരീരം, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ മനസ്സ് നിങ്ങളിൽ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ സൃഷ്ടിപ്പിന്റെ വേല ഇന്ന് രാത്രിയിൽ ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. എല്ലാ അന്ധകാര ശക്തികളും വിട്ടോടിപ്പോകുന്നു. സാത്താനിന്റെ കെട്ടുകൾ അഴിയുന്നു. ദൈവത്തിന്റെ മഹിമ പ്രകാശിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ പോലെ, ആദ്യ നൂറ്റാണ്ടിലെ പോലെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്നപോലാത്മാവേ അമിതബലം തരണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്നപോലാത്മാവേ അമിതബലം തരണേ. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിനോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു സേവ ചെയ്യുവാൻ അമിതബലം തരണേ. ലോകത്തിനോടും വിട്ടോടിടുവാൻ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു സേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. വരങ്ങളും ജയിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ ഇന്നലെ വീണ്ടും അയക്കണമേ. ജനമുണർന്നിടുവാൻ ഇന്നലെ വീണ്ടും അയക്കണമേ. ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ കർത്താവേ അറിയുന്നു. അവിടുത്തെ ആവശ്യമെന്ന് കർത്താവേ അറിയുന്നു. ഇത് പിന്മഴയുടെ കാലമത്രേ. ദൈവം പിന്മഴ അയച്ചുകൊണ്ടിരിക്കുന്ന കാലം. സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്ന കാലം. പ്രിയ സഹോദരങ്ങളെ,
ഇന്ന് രാത്രിയിൽ ഈ അത്യന്ത ശക്തി നിനക്കും പ്രാപിപ്പാൻ കഴിയും. ദൈവം നിനക്കത് ദാനമായി തരുവാൻ ആഗ്രഹിക്കുന്നു. നിനക്കിത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ ദാനമായി ശക്തി നിനക്ക് പ്രാപിപ്പാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Amen. Jesus. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുനി വളർന്നിടുവാൻ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വീണ്ടും അയക്കണമേ.